51 കെട്ടുനിറയ്ക്കലിന്റെയും തുടർന്നുള്ള 51 വെട്ടുനിരത്തലിന്റെയും അലയൊലികൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അവസാനം രാജപ്രതിനിധി തന്നെ സർക്കാരിനെ കളിയാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. തക്ക സമയത്താണ് രാജകുടുംബം രംഗത്തെത്തിയത്. തങ്ങളെയൊക്കെ കളിയാക്കിയ മന്ത്രിമാർക്കുള്ള കനത്തടിയാണ് സർക്കാരിന്റെ 51 പേരുടെ ലിസ്റ്റ് എന്നാണ് പന്തളം രാജകൊട്ടാരവും വിശ്വസിക്കുന്നത്. 51 യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചുവെന്ന സുപ്രീം കോടതിയിൽ നൽകിയ ലിസ്റ്റ് ഇരന്നു വാങ്ങിയ അടിയാണെന്നാണ് ശശികുമാര വർമ്മ പറയുന്നത്. 51 യുവതികളുടെ ലിസ്റ്റ് കൊടുത്ത നടപടി ആകാശത്ത് പോയ വടി ഏണിവെച്ച് വാങ്ങിയ പോലെയാണ്. ഈ മണ്ഡലകാലത്തുണ്ടായ പ്രശ്നങ്ങൾ ഭാവിയിലും ആവർത്തിക്കരുതെന്നും ശശികുമാര വർമ്മ പറഞ്ഞു. അതേസമയം ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പന്തളം കൊട്ടാരം പറയുന്നു. സർക്കാരിന്റെ പിടിവാശി ദോഷം ചെയ്തുവെന്ന് ശശികുമാര വർമ്മ. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി നേരിട്ടിടപെടണം. ശബരിമല വിഷയത്തിൽ ഏതു വിധത്തിലുള്ള ചർച്ചയ്ക്കും കൊട്ടാരം തയ്യാറാണ്. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് കൊട്ടാരം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ സംഘർഷഭരിതമായ തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല നട അടച്ചു. തിരുവാഭരണം പന്തളം കൊട്ടാരം പ്രതിനിധിക്ക് കൈമാറിയതിനു ശേഷം നട അടച്ചു. പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധിക്ക് മാത്രമാണ് ഇന്ന് ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് അവസരമുണ്ടായിരുന്നത്. 1.5 കോടിയോളം തീർത്ഥാടകർ ഈ സീസണിൽ എത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഇന്നലെ രാത്രി 9-ന് ഭക്തരുടെ ദർശനം അവസാനിപ്പിച്ചു. തുടർന്ന് മാളികപ്പുറം മണിമണ്ഡപത്തിന് മുൻപിൽ ഗുരുതി നടത്തി. റാന്നി കുന്നയ്ക്കാട് അജിത് കുമാർ, ജയൻ, രതീഷ് കുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗുരുതി. ഇവർക്ക് രാജപ്രതിനിധി മൂലംനാൾ പി രാഘവർമ്മ രാജ പണക്കിഴി സമ്മാനിച്ചു. മടക്ക ഘോഷയാത്രയ്ക്കായി തിരുവാഭരണങ്ങൾ പേടകത്തിലാക്കി കിഴക്കേ മണ്ഡപത്തിലേക്ക് മാറ്റി. ഇന്നു രാവിലെ 5:30-ന് തിരുവാഭരണ വാഹകരെത്തി പേടകം 18-ാം പടി ഇറക്കിയ ശേഷം രാജപ്രതിനിധി ദർശനത്തിനെത്തി. അതിനുശേഷം മേൽശാന്തി അയ്യപ്പന് ഭസ്മാഭിഷേകം നടത്തി നട അടച്ചു. തീർത്ഥാടന കാലത്തെ ദേവസ്വം ബോർഡിന്റെ വരുമാന നഷ്ടം 95.65 കോടി രൂപയാണ്. മണ്ഡലകാലത്ത് 58.91 കോടി രൂപയുടെയും മകരവിളക്കിന് 36.73 കോടി രൂപയുടെയും നഷ്ടമുണ്ടായി. മണ്ഡലകാലത്തെ ആകെ വരുമാനം 105 കോടി രൂപയ്ക്ക് മുകളിലും മകരവിളക്ക് കാലത്തേത് 63 കോടി രൂപയുമാണ്. കഴിഞ്ഞ വർഷം മണ്ഡലകാലത്ത് 164 കോടി രൂപയ്ക്ക് മുകളിലും മകരവിളക്കിന് 99 കോടി രൂപയുമാണ് വരുമാനം. ഇത്തവണ മകരവിളക്കിന് 28.32 കോടി രൂപയുടെ അരവണയും 3.9 കോടി രൂപയുടെ അപ്പവും വിറ്റു. കാണിക്ക ഇനത്തിൽ മകരവിളക്ക് കാലത്ത് 24.57 കോടി രൂപയും ലഭിച്ചു. മുൻവർഷങ്ങളിലെല്ലാം വരുമാനം വർദ്ധിക്കാറുണ്ട്. അതുകൂടി കണക്കിലെടുത്താൽ യഥാർത്ഥ നഷ്ടം 100 കോടിയെങ്കിലും വരും. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം ഇന്ന് അവസാനിക്കുകയാണ്. ശബരിമല നട അടക്കുന്നതോടെ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമാവുകയായിരുന്നു. ഇന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തോടെ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം. 48-ാം ദിവസം നടക്കുന്ന സമരത്തിൽ PK കൃഷ്ണദാസാണ് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത്. ശബരിമല സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ആചാര സംരക്ഷണത്തിനു വേണ്ടി NDA സമാഹരിച്ച ഒപ്പുകൾ ഗവർണർക്ക് കൈമാറിയ ശേഷം സംസാരിക്കുമ്പോഴായിരുന്നു ശ്രീധരൻപിള്ളയുടെ പരാമർശം. ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പിനെ പോലും 307-ാം വകുപ്പ് പ്രകാരം കള്ളക്കേസിൽ കുടുക്കിയെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.